പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന് ഇരകൾ. കേസിൽ അനന്തകൃഷ്ണനെയും ആനന്ദ് കുമാറിനെയും പ്രതിയാക്കി കുറ്റപത്രം നൽകാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കണമെന്നും തട്ടിപ്പിനിരയായവർ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിൽ പുരോഗതിയില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തട്ടിപ്പിനിരയായവരുടെ തീരുമാനം. പാതിവില തട്ടിപ്പിൽ പണം നഷ്ടമായ സ്ത്രീകളുടെ സംഘടനയായ വോയിസ് ഓഫ് വുമൻസ് ആണ് കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചത്. തട്ടിപ്പിൽ നഷ്ടമായ പണം ഇരകൾക്ക് ഉടനെ തിരികെ നൽകാൻ നടപടിയെടുക്കണം. കേസിലെ പ്രതികളിൽ നിന്ന് പണം തിരിച്ചുപിടിക്കണമെന്നും ഇരകൾ. പാവപ്പെട്ട വനിതകളെ പറ്റിച്ച ഒരു വലിയ തട്ടിപ്പാണ് ഈ നാട്ടിൽ നടന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു CBI അന്വേഷണം മാത്രമേ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ കൃത്യമായി നടത്തിയാൽ മാത്രമേ ഈ തട്ടിപ്പിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഉന്നത സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരും എല്ലാം അതിനകത്ത് പങ്കാളികളായതുകൊണ്ട് ഒരിക്കലും കേരള സർക്കാരിന് കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് ഇത് അന്വേഷിച്ച് കൃത്യമായി തട്ടിപ്പ് പണം എങ്ങോട്ടാണ് പോയിട്ടുള്ളതെന്ന് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കില്ല. കേസിൽ പ്രതികളായ അനന്തകൃഷ്ണനെതിരെയും ആനന്ദകുമാറിനെതിരെയും കുറ്റപത്രം നൽകാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കണം. പോലീസ് കണ്ടെത്തിയ 23 ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ഇരകൾ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിൽ പുരോഗതിയില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. 235 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നത്. കേസിൽ രാഷ്ട്രീയക്കാരുടെ പങ്ക് സംബന്ധിച്ച അന്വേഷണവും നടക്കുന്നുണ്ട്. 24 കൊച്ചി.